ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെം MCOMലെ ബിസിനസ് എൻവിറോൺമെൻറ്റ് ആൻഡ് പോളിസി എന്നുള്ള സബ്ജക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 3 മാർക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ആയിരുന്നു പറയുണ്ടായിരുന്നത്. ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് നോട്ട് ഓൺ മോണിറ്ററി പോളിസി ടൂൾസ് ബൈ RBI. RBIയുടെ മോണിറ്ററി പോളിസി ടൂൾസ് അല്ലെങ്കിൽ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് നോട്ട് എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് മോണിറ്ററി പോളിസി ടൂൾസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻസ് ആയിട്ട് വരുന്നത്? ഫസ്റ്റ് വൺ ആണ് ക്യാഷ് റിസർവ് റേഷ്യോ, CRR അല്ലേ. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ക്യാഷ് ബാലൻസ് ഉണ്ട്. റിസർവ് ബാങ്കിൽ നമ്മുടെ ബാങ്കുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ക്യാഷ് ബാലൻസ് ഉണ്ട്. എന്തായിട്ട്? ഷെയർ ഓഫ് നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് ആയിട്ട്. അതിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് ആയിട്ട്, അതായത് ഡെപ്പോസിറ്റ് ആയിട്ട് ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ക്യാഷ് ബാലൻസ്, റിസർവ് ബാങ്കുമായിട്ട് ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ക്യാഷ് ബാലൻസിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെങ്കിൽ CRR എന്ന് പറയുന്നത്. അടുത്തതാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, SLR. SLR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതേപോലെ തന്നെ ഷെയർ ഓഫ് നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് ആണ് ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. പക്ഷേ ക്യാഷ് ബാലൻസ് ആയിട്ടല്ല, പകരം സേഫ് ആൻഡ് ലിക്വിഡ് അസറ്റ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആയിട്ടോ ക്യാഷ് ആയിട്ടോ ഗോൾഡ് ആയിട്ടോ ഒക്കെ ബാങ്ക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഈ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയിൽ എന്ത് വരാം? ചേഞ്ചസ് വരാം. അങ്ങനെ ചേഞ്ചസ് വന്നാൽ അത് എന്തിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അതായത് നമ്മുടെ ബാങ്കിങ് സെക്ടർ അല്ലെങ്കിൽ ബാങ്കിങ് സിസ്റ്റം നമ്മുടെ പ്രൈവറ്റ് സെക്ടറിന് എന്ത് ചെയ്യുന്നുണ്ടാവും? ലെൻഡിങ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ ലെൻഡിങ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള റിസോഴ്സസിൽ എന്ത് വരാം? ഇൻഫ്ലുവൻസ് ചെയ്യാം ഈ പറയുന്ന SLRൽ വരുന്ന ചേഞ്ചസ് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അതായത് SLRൽ വരുന്ന ചേഞ്ചസ് ഇങ്ങനെ പ്രൈവറ്റ് സെക്ടറിലേക്ക് ലെൻഡിങ് ചെയ്യുന്നതിൻ്റെ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റീനെ എന്ത് ചെയ്യും? ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അതാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, SLR. തേർഡ് വൺ പറയുന്നതാണ് ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് ഒരു റേറ്റ് ആണ്. അതായത് ഈ ഒരു റേറ്റിൽ റിസർവ് ബാങ്ക് എന്തായിരിക്കും? എന്തെങ്കിലും ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബൈ ചെയ്യുക അല്ലെങ്കിൽ റീഡിസ്കൗണ്ട് ചെയ്യുക, അതുപോലെ തന്നെ അതർ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ബൈ ചെയ്യാനും റീഡിസ്കൗണ്ട് ചെയ്യാനൊക്കെയുള്ള ഒരു റേറ്റിനെയാണ്, റിസർവ് ബാങ്ക് റെഡി ആയിട്ടുള്ള ആ ഒരു റേറ്റിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അടുത്തത് റിപ്പോസ് ആണ്. റിപ്പോസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർ ബാങ്ക് മണി മാർക്കറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. എന്താണ് റെപ്പോ എന്ന് പറയുന്നത്? നമ്മുടെ ഇൻ്റർ ബാങ്ക് മണി മാർക്കറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ഇൻ്റർ ബാങ്ക് മണി മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? അവിടെ നമ്മൾ കുറച്ച് മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ലോൺസ് പ്രൈസിങ് ചെയ്യാനും ഡെപ്പോസിറ്റ് പ്രൈസിങ് ചെയ്യാനൊക്കെ. അപ്പോൾ ഇതിൽ കൂടെ നമ്മുടെ ട്രാൻസ്മിഷൻ, നമ്മുടെ മോണിറ്ററി പോളിസിയുടെ ട്രാൻസ്മിഷൻ എന്താവും എന്നാണ് പറയണേ? ഇമ്പ്രൂവ് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ റെപ്പോ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ ഇൻ്റർ ബാങ്ക് മണി മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് കേട്ടോ. ലാസ്റ്റ് പറയുന്നതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ പർച്ചേസും സെയിലും, ഔട്ട്റൈറ്റ് ചെയ്യുന്ന പർച്ചേസും സെയിലും, ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ ഔട്ട്റൈറ്റ് പർച്ചേസും സെയിലിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും എന്തുണ്ട്? മോണിറ്ററി പോളിസി ടൂൾസ് ഉണ്ട്. നമുക്ക് 3 മാർക്കല്ലേ, അപ്പോൾ ഇത്രയും ചെയ്താൽ മതി അല്ലെങ്കിൽ ഇത്രയും എഴുതിയാൽ മതി. ഏതൊക്കെയാണ്? ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ബാങ്ക് റേറ്റ്, റെപ്പോസ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ദ മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് നീതി ആയോഗ്. നീതി ആയോഗ് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നീതി ആയോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ NDA ഗവൺമെൻറ് 2014 ഈ ഒരു നീതി ആയോഗ് എന്ത് ചെയ്യാനായിട്ട്, സെറ്റപ്പ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്യുന്നത്. നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ ആണ്. അപ്പോൾ NDA 2014 ഈ ഒരു നീതി ആയോഗ് എന്ത് ചെയ്യാനായിട്ട്
സെറ്റപ്പ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്യുന്നത് എന്തിനു പകരം പ്ലാനിംഗ് കമ്മീഷൻ്റെ പ്ലേസിലാണ് ഈ ഒരു നീതി ആയോഗ് അവർ എന്ത് ചെയ്യുന്നത്, സെറ്റപ്പ് ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഓരോ ഡീക്കേഡ് കഴിയും തോറും ഇന്ത്യ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡ്രാസ്റ്റിക് ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ പല രീതിയിലുള്ള ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചേഞ്ചസ് വരുമ്പോൾ അത് നമ്മുടെ ഗ്ലോബൽ സ്കിനാരിയോനെയും എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ ആ ഒരു ഗ്ലോബൽ സ്കിനാരിയോയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് NDA എന്ത് ചെയ്യുന്നത്, പ്ലാനിംഗ് കമ്മീഷൻ്റെ പ്ലേസിൽ ഈ ഒരു നീതി യോഗി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ 2014 സെറ്റപ്പ് ചെയ്യുന്നത്. ഇതിന് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് പോളിസി എന്ന് കൂടി വിളിക്കും കേട്ടോ. എന്താണ് തിങ്ക് ടാങ്ക് പോളിസി എന്ന് കൂടി വിളിക്കും. നമ്മുടെ എന്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് പോളിസിയാണ് നീതി ആയോഗ്. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് കോമ്പറ്റേറ്റീവ് ഫെഡറലിസം ബ്രിങ് ചെയ്തു. അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ ഇംപ്രൂവ് ചെയ്തു. എന്താണ് മെയിനായിട്ട് കോപ്പറേറ്റീവ് കോമ്പറ്റേറ്റീവ് ഫെഡറലിസം ബ്രിങ് ചെയ്തു. അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ എന്ത് ചെയ്തു, ഇംപ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ സ്റ്റേറ്റ്സ് തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് കുറച്ചുകൂടി ജെനുവിൻ ആക്കുകയും കണ്ടിന്യൂയിങ് പാർട്ട്ണർഷിപ്പും ആക്കി. സ്റ്റേറ്റ്സ് തമ്മിൽ കുറച്ചുകൂടി ജെനുവിൻ ആയിട്ടുള്ളതും കണ്ടിന്യൂയിങ് പാർട്ട്ണർഷിപ്പും കൊണ്ടുവരാനായിട്ട് നീതി ആയോഗ് ശ്രമിക്കണം. അതുപോലെ തന്നെ എന്ത് വേണം, നമ്മുടെ പീപ്പിൾ ഓഫ് ഇന്ത്യ ഉണ്ട് അല്ലേ, പീപ്പിൾ ഓഫ് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റൽ ആസ്പിറൻസിനെ സെർവ് ചെയ്യാനായിട്ട് പറ്റണം. നമ്മുടെ പീപ്പിൾ ഓഫ് ഇന്ത്യയിലെ ഡെവലപ്മെൻ്റൽ ആയിട്ടുള്ള ആസ്പിറേഷൻസ് എന്ത് ചെയ്യണം, സെർവ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിന് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡയറക്ഷൻസും സ്ട്രാറ്റജിക് ഇൻപുട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് സ്ട്രാറ്റജിക് ആയിട്ടുള്ളതും അതുപോലെ തന്നെ റെലവൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യണം. ഓൺട്രപ്രണറിയൽ സപ്പോർട്ട് സിസ്റ്റവും ഇന്നോവേഷനും നോളജും ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് നീതി ആയോഗിൻ്റെ എന്തായിട്ട് പറയുന്നത്, ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. മെയിനായിട്ട് കോപ്പറേറ്റീവ് കോമ്പറ്റേറ്റീവ് ഫെഡറലിസം ബ്രിങ് ചെയ്യണം. അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ എന്ത് ചെയ്യണം, ഇംപ്രൂവ് ചെയ്യണം. ടെക്നിക്കൽ അഡ്വൈസും റെലവൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് അഡ്വൈസും ഒക്കെ ഗവൺമെൻറ്റ്സിന് പ്രൊവൈഡ് ചെയ്യണം. ഓൺട്രപ്രണറിയൽ സപ്പോർട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. ഇന്നോവേഷൻ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ജെനുവിൻ ആൻഡ് കണ്ടിന്യൂയിങ് പാർട്ട്ണർഷിപ്സ് സ്റ്റേറ്റ് തമ്മിൽ ഉണ്ടാവണം. ഇതൊക്കെയാണ് മെയിനായിട്ട് നീതി ആയോഗിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ബ്ലാക്ക് മണി ഫെമ. ഇതിൽ ഫെമ നമ്മൾ ഓൾറെഡി 2 മാർക്കിൻ്റെയിലും 3 മാർക്കിൻ്റെയിലും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണാത്തവർ കണ്ടു നോക്കിയാൽ മതി. ഫെമ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ ബ്ലാക്ക് മണീനെ കുറിച്ച് ഷോർട്ട് നോട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് മണി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് സ്മൂത്ത് ഫങ്ഷനിങ്ങിനുള്ള ഒരു ബാരിയർ തന്നെയാണ് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഏറ്റവും വലിയ ഒരു ബാരിയറായിട്ട് പറയുന്ന ഒന്നാണ് ബ്ലാക്ക് മണി എന്നുള്ളത്. ശരിക്കും ബ്ലാക്ക് മണിക്ക് ഒരു ഡെഫിനിഷനോ അല്ലെങ്കിൽ യൂണിഫോം ആയിട്ടുള്ള ഒരു ഡെഫിനിഷനോ ഒന്നും ഇല്ല. പക്ഷെ ബ്ലാക്ക് മണി എന്ന് പറയുമ്പോൾ ഒരു മീനിങ് ആയിട്ട് എങ്ങനെ നമുക്ക് പറയാം, എന്തെങ്കിലും കറപ്ഷനീന്നോ അല്ലെങ്കിൽ ഇല്ലീഗൽ വേസുകളുണ്ട് അല്ലേ, ആ ഇല്ലീഗൽ വേസീന്നോ അല്ലെങ്കിൽ കറപ്ഷനീന്നൊക്കെ ഡിറൈവ് ചെയ്യുന്ന മണിയാണ് ബ്ലാക്ക് മണി എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു മീനിങ് ആയിട്ട് പറയാമെന്ന് മാത്രം. അല്ലാതെ അതിനൊരു ബ്ലാക്ക് മണിക്ക് ഒരു അക്സെപ്റ്റഡ് ആയിട്ടുള്ള എന്തില്ല, ഡെഫിനിഷനൊന്നുമില്ല. ഇനി ഈ ഇല്ലീഗൽ വേസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്, ഫ്രഗ് ട്രാഫിക്കിങ്, കൗഡർ ഫീറ്റിംഗ് കറൻസി, സ്മഗ്ലിങ്, ആംസ് ട്രാഫിക്കിങ്, ഇങ്ങനെ ഈ പറയുന്ന ഇല്ലീഗൽ വേസ് എന്തും തന്നെ ആയിക്കോട്ടെ, ഇല്ലീഗൽ വേസിലൂടെയോ അല്ലെങ്കിൽ കറപ്ഷനിലൂടെയോ നമുക്ക് മണി കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും, ബ്ലാക്ക് മണി എന്ന് വിളിക്കും. പിന്നെ വേറെ രീതിയിലും നമുക്ക് പറയാം, ഇപ്പോൾ ടാക്സ് പേയ്മെൻറ്റ്, ഒരാൾ പേ ചെയ്യേണ്ട ഒരു ടാക്സ് ഉണ്ട് അല്ലേ, അത് വെട്ടിക്കുക, അതായത് ടാക്സ് പേ ചെയ്യാതെ നടക്കുക. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി കോൺട്രിബ്യൂഷൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, പേയ്മെൻറ്റ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്, പക്ഷെ അത് ഇവേഡ് ചെയ്യുക. അതുപോലെ തന്നെ മിനിമം വേജസ് കൊടുക്കാതിരിക്കുക, വർക്കിംഗ് ഹവേഴ്സും സേഫ്റ്റി സ്റ്റാൻഡേർഡ്സും മെയിൻറ്റെയിൻ ചെയ്യാണ്ടിരിക്കുക. അതുപോലെ തന്നെ ലോസും അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയേഴ്സൊക്കെ ഇവേഡ് ചെയ്യുക. ഇതൊക്കെയും ബ്ലാക്ക് മണിയിൽ തന്നെ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും ഇല്ലീഗൽ വേസിലൂടെയോ അല്ലെങ്കിൽ കറപ്ഷനിലൂടെയോ ഒക്കെ നമുക്ക് കിട്ടുന്ന ഡിറൈവ് ചെയ്യുന്ന ആ ഒരു മണീനെയാണ് എന്തെന്ന് പറയുന്നത്, ബ്ലാക്ക് മണി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ സ്റ്റോപ്പിംഗ് ബ്ലാക്ക് മണി. ബ്ലാക്ക് മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് ബ്ലാക്ക് മണി ഇല്ലീഗൽ വേസിലൂടെ അല്ലെങ്കിൽ കറപ്ഷനിലൂടെയൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന മണിയാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ
ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എടുത്തിരിക്കണേന്ന് ഈ ഒരു ബ്ലാക്ക് മണി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ്, അതായത് കറക്റ്റായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ സെർച്ച് ചെയ്യും, സീസർ ചെയ്യും, സർവേ ചെയ്യും, സ്ക്രൂട്ടണി ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇൻകം ടാക്സ് റിട്ടേൺസ്. അത് മെയിനായിട്ട് ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ഒരു മെഷറാണ്. എന്തിനു വേണ്ടിയിട്ട്? ബ്ലാക്ക് മണി തടയാൻ വേണ്ടിയിട്ട്, ഇൻകം ടാക്സ് വെട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇൻകം ടാക്സ് റിട്ടേൺസ് കറക്റ്റായിട്ട് സർവേ ചെയ്യും, സ്ക്രൂട്ടണി ചെയ്യും, സെർച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ എടുത്തിരിക്കുന്ന ഒരു മെഷറാണ് ഡിമോണിറ്റൈസേഷൻ. നിങ്ങൾക്കറിയാമായിരിക്കും അല്ലേ, നോട്ട് നിരോധനം, ഡിമോണിറ്റൈസേഷൻ, അതുപോലെ തന്നെ സ്പെഷ്യൽ പീരിയഡ് ബോണ്ട് സ്കീം. ഇതൊക്കെ നമ്മുടെ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന മെഷേഴ്സാണ് ബ്ലാക്ക് മണി ക്രബ് ചെയ്യാനായിട്ട്, അതായത് തടയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻസ് ആക്ട് ഉണ്ട്. ആ ഫിനാൻസ് ആക്ടിൽ പല അമെൻമെൻറ്റ്സും ടൈമിലി കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു ബ്ലാക്ക് മണി തടയാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട്. അതിൽ മെൻഷനബിൾ ആയിട്ടുള്ള ഒരു അമെൻമെൻറ്റ് എന്ന് പറയുന്നത് വോളണ്ടറി ഡിസ്ക്ലോഷർ ഓഫ് ഇൻകം സ്കീമാണ്. ഇവിടെ ബ്ലാക്ക് ഇൻകംസും അസറ്റ്സും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് ഡിക്ലെയർ ചെയ്യണം. അതുപോലെ തന്നെ അതിന് പെനാൽറ്റി കെട്ടേണ്ടി വരും, പ്രോസിക്യൂഷൻ ഇടയാവേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അമെൻമെൻറ്റ് വന്നിരുന്നു, വോളണ്ടറി ഡിസ്ക്ലോഷർ ഓഫ് ഇൻകം സ്കീം. അങ്ങനെ ഓരോ ടൈമിലി ആയിട്ടുള്ള അമെൻമെൻറ്റ്സ് ഫിനാൻസ് ആക്ടിൽ കൊണ്ടുവരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു ബ്ലാക്ക് മണി തടയാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് GST. GSTയുടെ മീനിങ്ങും ബെനിഫിറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ് അല്ലേ. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സപ്ലൈ നടന്നു, ഗുഡ്സിൻ്റെ ആയിക്കോട്ടെ സർവീസസിൻ്റെ ആയിക്കോട്ടെ, അതിൻ്റെ മേൽ വരുന്ന ടാക്സിനെയാണ്, ആ ഒരു സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസിന് വരുന്ന ടാക്സിനെ, അതിൻ്റെ സപ്ലൈക്ക് വരുന്ന ടാക്സിനെയാണ് നമ്മൾ GST എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഗുഡ്സിൻ്റെ ആയാലും സർവീസസിൻ്റെ ആയാലും രണ്ടിൻ്റെയും സപ്ലൈ നടന്നിട്ടുണ്ടെങ്കിലും GST ഓക്കെ അവൈലബിൾ ആണ്. ഇനി എന്തിനു മാത്രം GST ഇല്ല? സപ്ലൈ ഓഫ് ആൽക്കഹോളിക് ലിക്വർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. ഹ്യൂമൻ കൺസംഷന് വേണ്ടിയിട്ടുള്ള ആൽക്കഹോളിക് ലിക്വറിന് മാത്രം, അതിൻ്റെ സപ്ലൈക്ക് മാത്രം എന്തില്ല? GST ഇല്ല. അത് ഒഴിച്ച് ബാക്കി വരുന്ന എല്ലാ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും സപ്ലൈക്ക് വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ സപ്ലൈക്ക് വരുന്ന ടാക്സ് ആണ് GST എന്നുള്ളത്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ GST എന്ന് പറയുന്നത് ഒരു വാല്യൂ ആഡഡ് ടാക്സ് ലെവിയാണ്, സെയിൽ ഓഫ് സർവീസ് അല്ലെങ്കിൽ ബോത്ത്. ഓക്കെ, അപ്പോൾ വാല്യൂ ആഡഡ് ലെവി ടാക്സ് കൂടിയാണ്. പിന്നെ GST എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ടാക്സ് ആണ്. അതുപോലെ തന്നെ GST ആരാണ് അടയ്ക്കേണ്ടി വരണേ? ഫൈനൽ കൺസ്യൂമർ ആണ് അടയ്ക്കേണ്ടി വരണേ അല്ലേ. അതുപോലെ തന്നെ GST എന്ത് എലിമിനേറ്റ് ചെയ്യേണ്ട? കാസ്കാഡിങ് എഫക്റ്റ് ഓഫ് ടാക്സ്, ടാക്സ് ഓൺ ടാക്സ് എന്നുള്ള കൺസെപ്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾ ഓവർ ഇന്ത്യ ഒരു യൂണിഫോം ടാക്സ് സ്ട്രക്ചർ കൊണ്ടുവരുന്നുണ്ട് GST എന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് GSTയുടെ മീനിങ് ആയിട്ട് പറയുന്നത്. ഇനി എന്തൊക്കെ ബെനിഫിറ്റുകളാണ് GST കാരണമുള്ളത്? വൺ നാഷൻ വൺ ടാക്സ് ആണ് അല്ലേ. പല ഇൻഡയറക്റ്റ് ടാക്സുകൾ, വാറ്റ്, CST, സർവീസ് ടാക്സ്, CAD, SAD, എക്സൈസ്, ഇതൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഒരൊറ്റ ടാക്സ് ആണ് GST എന്ന് പറയുന്നത്. അപ്പോൾ വൺ നാഷൻ വൺ ടാക്സ് ആണ്. അതുപോലെ തന്നെ കുറേ ബണ്ടിൽഡ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ടാക്സസ് ഒക്കെ റിമൂവ് ചെയ്തുകൊണ്ട് വന്ന ടാക്സ് ആണ്. അതുപോലെ തന്നെ കാസ്കാഡിങ് ഇഫക്റ്റ് ഓഫ് ടാക്സ് റിമൂവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബിസിനസ്സിന് കുറച്ചുകൂടി നമുക്ക് ബിസിനസ് ചെയ്യാൻ എളുപ്പമുണ്ട് അല്ലേ GST ആണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലോവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ സപ്ലൈ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇത് നമ്മുടെ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സിനെയും റൈസ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യനെ ഇനീഷ്യേറ്റീവ് ആക്കാനായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്പോർട്ടും മാനുഫാക്ചറിങ് ആക്ടിവിറ്റിയും ഒക്കെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ GDPയിൽ എന്താണ് ഇൻക്രീസ് കൊണ്ടുവരുന്നുണ്ട്, സബ്സ്റ്റൻസീവ് ഇക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെയാണ് GST കാരണമുള്ള എന്തെന്ന് പറയുന്നത് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഓക്കെ ആയി, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ നോട്ട്സൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിലും ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, ജോയിൻ ചെയ്യാം കേട്ടോ.